നമ്മുടെ ഒരു കംഫർട്ട് സോൺ ഉണ്ട്, നമ്മളിപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ചുറ്റുപാട്, അത് നമ്മളിപ്പോ സേഫാ, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പൊ ആ സേഫ് ആയിട്ടുള്ള പ്രതലത്തിൽ കിടന്നിട്ട് നമ്മളിങ്ങനെ വട്ടം തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ഒരു ഉദാഹരണമൊക്കെ പറയും, ഒരു ഉറുമ്പനെ പിടിച്ചിട്ട് ഒരു വെള്ള പ്രതലത്തിൽ നിർത്തിയിട്ട് വട്ടം വരച്ചു കഴിഞ്ഞാൽ ആ പ്രതികൾ കിടക്കില്ല. ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഉറുമ്പ് വട്ടത്തിലുള്ള നിൽക്കൂല. അത് എന്തുകൊണ്ടാണ്? അതായത് ഫസ്റ്റ് ഈ ഉറുമ്പ് ഇങ്ങനെ വട്ടത്തിൽ നിൽക്കും, കുറെ ഇങ്ങനെ ഓടി കളിക്കും, നമ്മൾ വട്ടം ചെറുതാക്കി പിന്നെയും ചെറുതാക്കും. അപ്പൊ നമ്മുടെ ചുറ്റുപാടുകള്, നമ്മുടെ കൂട്ടുകെട്ട്, ചുറ്റുപാട്, നമ്മൾക്ക് പൂർവികരായിട്ട് കിട്ടിയിട്ടുള്ള നമ്മുടെ മെമ്മറി, മൈൻഡിലേക്ക് എടുക്കുന്ന കുറെ കാര്യങ്ങള് പുതിയൊരു ഇതിലേക്ക് മാറാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അത് പൊട്ടിച്ച് പുറത്ത് കിടക്കുക എന്നുള്ളതാണ് നമ്മുടെ എല്ലാവരുടെയും വലിയൊരു ടാസ്ക്. അത് കടക്കണം എന്നുണ്ടെങ്കിൽ ഈ മൈൻഡ് എന്താണ്, നമുക്കത് പൊട്ടിച്ച് കടന്നാൽ പറ്റുമോ എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി ഒരു ധാരണ വന്നാൽ നമുക്കത് പൊട്ടിച്ച് കിടക്കാൻ പറ്റും. അത് നമ്മുടെ ഞാൻ ജസ്റ്റ് നമുക്ക് ചെയ്യേണ്ട കുറച്ച് കാര്യം പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇനി അടുത്ത ദിവസം ഇനി ഇത് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറയാം. ഇതേപോലെ കഴിഞ്ഞ ഒരു യൂണിറ്റ് മീറ്റിങ്ങിന് ഞാൻ ചെറിയൊരു സംഭവമാണ് പറഞ്ഞു കൊടുത്തത്. അതായത് ChatGPT കുറിച്ചിട്ട് അത് ചെറിയൊരു സ്പാർക്ക് ഞെട്ടുള്ളൂ. അതായത് ഒരു തീപ്പെട്ടിക്കൊള്ളി വരച്ചൊരു പന്തത്തുമ്പോ കത്തിക്കണമെങ്കിൽ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ വിളിച്ച് ഞാൻ കൊടുത്തുള്ളൂ. പക്ഷെ അത് പന്തമായിട്ട് കത്തിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഊർജം ഉപയോഗിച്ച് വേണം അത് കത്തിക്കാൻ. അപ്പൊ നമ്മൾ എന്ത് കാര്യം നമ്മളോട് പറഞ്ഞാലും നമ്മുടെ മെമ്മറിയിൽ വെറും 70% മാത്രമേ നമ്മുടെ ഉള്ളിൽ കയറുള്ളൂ, ബാക്കിയൊന്നും ഉള്ളിൽ കയറില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കിട്ടിയ സംബോധന വെച്ചിട്ട് കൂടുതൽ കൂടുതൽ വർക്ക്ഔട്ട് ചെയ്ത് എന്ത് കൂടുതൽ ചിന്തിക്കാൻ പറ്റും, അങ്ങനെ നമ്മൾ അതിന്റെ കൂടുതൽ സാധ്യതകൾ കണ്ടെത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഇതിന്റെ കൂടുതൽ ഫലം നമുക്ക് ലഭിക്കാൻ